falling to disgrace. Oh, people lie, it's written on your face. Oh, people lie, falling to disgrace. It's coming to get you, there's no escape. All you have to do is wake up now and make a better day. It's coming to get you, there's no escape. All you have to do is wake up now and make a better day. Oh, people lie. ഹായ് പറയാൻ സുഖമായിട്ടിരിക്കുക. ഓക്കെ, അതെ, ഒത്തിരി പാർലേഴ്സ് നമുക്കിവിടെ ഷാർജയിലുണ്ടല്ലോ, റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രീറ്റ്മെന്റ്സ് എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. അതൊന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഹെയർ ട്രീറ്റ്മെന്റ് അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹെയർ ട്രീറ്റ്മെന്റിൽ നമുക്ക് പ്രോട്ടീൻ ഉണ്ട്, കരാട്ടീൻ ഉണ്ട്, ബോട്ടക്സ് ഉണ്ട്, ഇപ്പം ബയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പുതിയ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ബയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ മൊത്തം ഹെർബൽ ആണ്. ഹെർബൽ ഓർഗാനിക് പ്രോഡക്റ്റ് ആണത്. നാനോപ്ലാസ്റ്റി പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്. അത് സെയിം ബ്രസീലിയൻ പ്രോഡക്റ്റ് തന്നെയാണ്. ബ്രസീലിയൻ എല്ലാം ഇതിന് വരുന്നത് ബ്രസീലിയൻ പ്രോഡക്റ്റ് തന്നെയായിരിക്കും. ഇതും ബ്രസീലിയൻ പ്രോഡക്റ്റ് ആണ്. നല്ല എഫക്റ്റ് ആണ്. ഈ ഒത്തിരി അലർജി ഉള്ളവർക്കും ഈ ഭയങ്കര പുകയൊക്കെ പ്രശ്നമുള്ളവർക്ക് ഒത്തിരി ഇത് ഭയങ്കര GCC കൺട്രീസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഭയങ്കര ഡാൻഡ്രഫ് പ്രോബ്ലം ആണ്. അതിലിത് നല്ല എഫക്റ്റീവ് ആണ്. ഡാൻഡ്രഫ് പ്രോബ്ലം ഇത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അതിന്റെ ആഫ്റ്റർ കെയർ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. നമ്മൾ ആഫ്റ്റർ കെയറിൽ ഹെയർ സ്പാ ഒക്കെ ചെയ്ത് നമ്മൾ പറയുന്ന ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ച് ഒരു കുഴപ്പമില്ലാതെ ലാസ്റ്റ് ചെയ്യുകയും ചെയ്ത് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഇവിടെ പ്രോട്ടീൻ ഒക്കെ ചെയ്യുന്ന ഒരു 6 പ്രാവശ്യം 7 പ്രാവശ്യം വരെ റെഗുലർ ആയിട്ട് ചെയ്തവരുണ്ട്. നമുക്ക് സലൂൺ തുടങ്ങിയ സമയം തൊട്ട് ഇത്രയും വരെ റെഗുലർ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, അതോ എങ്ങനെയാണ്? അത് ഡിപ്പെൻസ് ആണ്. നമ്മൾക്ക് വൈറ്റമിൻ ഡി അതൊക്കെ ചെക്ക് ചെയ്യണം. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവ്, പിന്നെ ഓരോ ഹെൽത്ത് ഇഷ്യൂസ്, അത് മാത്രം നമ്മളും കൺട്രോൾ ചെയ്തതിനു ശേഷമാണ്. അങ്ങനല്ല, അതൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം ഇടയ്ക്ക്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ വെള്ളവും സ്ട്രെസ്സും ഒക്കെ, അപ്പൊ അതൊക്കെ ഒന്നും നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കൺട്രോളിലല്ല കേട്ടോ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാതെ ഇത് നമ്മൾ പറയുന്ന സൾഫേറ്റ് ഫ്രീ ഷാമ്പു ആണ് പറയുന്നത്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്തോ. സൾഫേറ്റ് ഫ്രീ ഷാമ്പൂസ് യൂസ് ചെയ്യാം. മാസ്ക് ഉപയോഗിക്കാം. കണ്ടീഷണറിനെക്കാട്ടിലും നല്ലത് മാസ്ക് ഉപയോഗിക്കുന്ന മാസ്ക് ആണ്. അപ്പൊ കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് അതിന്റെ മാസ്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ മാസ്ക് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ആ ലാസ്റ്റ് പറഞ്ഞ ട്രീറ്റ്മെന്റിന്റെ പേര് ഒന്നുകൂടെ പറയാം. ബയോപ്ലാസ്റ്റി എന്നാണ് അതിന്റെ ബയോപ്ലാസ്റ്റി. ഇവിടെ വന്നിട്ടൊന്ന് അന്വേഷിച്ചാൽ മതി. പുള്ളിക്കാരി എപ്പോഴും ഇവിടെ കാണും, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്പരും ഉണ്ടാവും. അപ്പൊ വിളിച്ച് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. പിന്നെ പറഞ്ഞു, ഷുവറായിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. Coming to get you, there's no